എന്തുട്ട് പരിപാടി മക്കളെ. അങ്ങനെ ഹരിദ്വാറിൽ നിന്ന് നേരെ നമ്മൾ വിടണമെന്ന് പറഞ്ഞാൽ നേരെ ഋഷികേശിക്കാണ്. ആകെ 30 കിലോമീറ്ററിനുള്ളൂ. പിന്നെ ഒന്നും നോക്കില്ല, ഉച്ചമണി കണ്ടെത്തണമെന്ന് വെച്ചിട്ട് പെട്ട തുടങ്ങി. അങ്ങനെ പോകുമ്പോഴാச்சுം നല്ല സൂപ്പർ റോഡാട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ അവിടെ എത്തിയ വഴിക്കാണ് നേരെ ഒരു ഗുരുദ്വാര കിട്ടി. അങ്ങനെ അവിടെ സ്റ്റേ ചോദിച്ചപ്പോൾ സ്റ്റേ ഇല്ല. അപ്പോൾ പിന്നെ ഭക്ഷണം നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു റൂം സെറ്റ് ആക്കിയിട്ട് നേരെ വിട്ടുവന്നു. അങ്ങനെ ലൊക്കേഷൻ അയച്ചെന്ന് ആൾ പറഞ്ഞു അവിടെ വിട്ടു. അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താറാകുമ്പോൾ കുറച്ച് കയറ്റുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് നേരെ ഗംഗാരതി കാണാൻ വിചാരിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ സമയം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് നേരം നടന്നു. അപ്പോൾ 7 മണിയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പറയാണ്ട് നടക്കുക. ഗംഭീര മഴക്കാരും കൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പം പെയ്യുന്ന പറഞ്ഞിട്ട് നിൽക്കണേ. ഞാനെന്ന് വെച്ചാൽ പോണോ വേണ്ടെന്ന് വിചാരിച്ചിരിക്കണേ. കയ്യിലഞ്ച് റെയിൻകോട്ട് ഒരു സാധനമില്ല. അങ്ങനെ നേരെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, സമയമാക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ ജാതി രസമാട്ടാ. പുഴയിലൊക്കെ വെള്ളം അത്യാവശ്യമുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ തുടങ്ങി. ആദ്യം മഴ ചെറുതായിട്ട് നടന്നുള്ളൂ, അത് കാരണം നല്ല രസം നടന്നു. അങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ടും കൊണ്ട് നടന്നു കുറച്ച് നേരം. പിന്നെ ഒന്നും നോക്കിയില്ല, ചൂട്ടത്തിന് കൊണ്ട് പോകുന്നതല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട മക്കളെ, എന്ത് നശിച്ച മഴ എന്നാ പറയുക. അങ്ങനെ ഗംഗാരതി തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് ഓടിയപ്പോഴാണ് ഒരു ഷീറ്റ്, അതിൻ്റെ അടിയിൽ ഒരു കുന്ത ജനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്നും മഴ കൊള്ളാടുന്ന് കാണും വേണം. അങ്ങനെ ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ട് ഞാൻ പരമാവധി ഉള്ളിലൊക്കെ കയറുന്നിട്ട് ഗംഗാരതി കണ്ടു കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും മഴ ഒന്ന് ശമനായി. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, എങ്ങനെയാലും റൂം പിടിക്കണല്ലോ. ഇനി തിരിച്ചാ കുന്ന് കയറണ്ടേന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇരിക്കണേ. അങ്ങനെ നോക്കുമ്പോൾ പുഴയിൽ അത് വെള്ളമൊക്കെ നന്നായി കൂട്ടി തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. എന്താ ചെയ്യുക അല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു.